ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലിലാണ് ഇന്നത്തെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ഡേ 26 26ാമത്തെ ദിവസം. അപ്പോൾ ഇന്നലെ എല്ലാവരും ഭയങ്കരമായിട്ട് ജീരകവെള്ളം കുടിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവരും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജീരകവെള്ളം കുടിച്ചിട്ടെന്നുള്ളത്? വളരെ നല്ലതാണ്. ഞാൻ പ്രത്യേകം കണ്ടുകൊണ്ട് വെള്ളം ചൂടാക്കണ്ട, തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കുടിക്കുക. നിങ്ങൾ ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും അതേ റിപ്ലൈ ആണ് ഇന്നത്തെ കമന്റിൽ ഫുള്ള് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ചൂടാക്കണമെങ്കിൽ ഞാൻ പറയുമല്ലോ, ചൂടാക്കേണ്ട കാര്യമില്ല, നോർമലായിട്ട് കുടിച്ചിരുന്നാൽ മതി. ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് പോലുള്ള ഒരു ഡയറ്റ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പോകരുത്. ഫസ്റ്റ് നമുക്ക് മടുപ്പുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഈ കീറ്റോ പോലുള്ള ഡയറ്റുകൾ അല്ലെങ്കിൽ ഈ എഗ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോകും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നിർത്തുമ്പോൾ അത് നിർത്തി കഴിയുമ്പോഴത്തേക്ക് മുമ്പേ ഉണ്ടാകുന്നതിനെക്കാട്ടിയും ഡബിൾ ഇരട്ടിയായിട്ട് വണ്ണം നമുക്ക് വീണ്ടും തിരിച്ചു വരും. അത് ഒരു മെയിൻ കാരണമാണ്. മനസ്സിലാക്കി ഡയറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫുഡ് എല്ലാ രീതിയിലുള്ള ഫുഡും നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുക, മാറ്റി മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചാലും ശരീരത്തിൽ ആവശ്യമില്ലാതെ കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനി തൊട്ട് നമ്മുടെ കുക്കിംഗ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ ചാനൽ D4 ദേവ് എന്നുള്ള ചാനല് കുക്കിംഗ് കൂടെ ഇന്ന് തൊട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇട്ട് തുടങ്ങാം. ഇന്ന് ഞാൻ സാമ്പാറിന്റെ വീഡിയോ ഇടാം. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം മോളും ഇപ്പോൾ 10th കാരണം അവർക്ക് അങ്ങനെ ഫുൾ ടൈം അതിനകത്തൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ചാനലിൽ നമുക്കിങ്ങനെ ചാലഞ്ചസ് ഒക്കെ പറഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നതെല്ലാം ആ ഒരു ചാനലിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിരിക്കും. ഞാൻ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈസി ആയിരിക്കും. കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു, ചേച്ചി ഒന്ന് ചെയ്ത് കാണിച്ചു തന്നാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാമേ. കുറച്ചായിട്ട് ചെയ്ത് കാണിച്ചു തരാം, ഓരോന്നായിട്ട്. എല്ലാം കൂടെ മാനേജ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 26ാമത്തെ ഡേയിലെ ഡയറ്റ് ആരംഭിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. ലൈക്ക് ചെയ്യാൻ ഭയങ്കര പിച്ച് കാണാൻ അറിയാം. ഓക്കെ ഫൈൻ. എനിക്ക് നിങ്ങളോട് എന്ത് പറയുന്നത് ഒന്നുമില്ല, അതുകൂടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ 26th ഡേയിലെ ഡയറ്റ് ആരംഭിക്കാം. ആദ്യത്തെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ജീരകവെള്ളം എല്ലാം കുടിച്ചു. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ 2 നെല്ലിക്ക എടുക്കുക. 2 നെല്ലിക്ക, നല്ല സാധാരണ അത്യാവശ്യം വലിപ്പമുള്ള 2 നെല്ലിക്ക, 2 ക്യാരറ്റ്, മീഡിയം സൈസ് 2 ക്യാരറ്റ്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരേ ഒരു ക്യാരറ്റ് മതി. മീഡിയം സൈസ് ആണെങ്കിൽ 2 ക്യാരറ്റ്, 2 നെല്ലിക്ക ഒരു മിക്സിയിലിടുക. ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സിയിലിട്ട് വെക്കുക. അതിനുശേഷം അതിൽ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞത് ഫുള്ളായിട്ട് അതിലൊഴിക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇടുക. എന്നിട്ട് ഒരു ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം അതിലൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് ശേഷം അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം വേണം നിങ്ങൾ ഇന്ന് രാവിലെ കുടിക്കാനായിട്ട്. ഇറ്റ്സ് ആൻ എനർജി ഡ്രിങ്ക്, അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഡ്രിങ്ക്, അതേസമയം വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഡ്രിങ്ക്. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ പറ്റുന്ന ഡ്രിങ്ക്. അതാണ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ലേ? അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ്. ഞാനിപ്പോൾ ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്ക് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട. ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഉണ്ട്. 1000 10,000 കണക്കിന് വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ പലതും മാറ്റി ചെയ്യുമ്പോൾ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനിത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫ്യൂച്ചറിലായിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി കുടിക്കാം. മടുപ്പും തോന്നില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ ഇതെല്ലാം അടിച്ചെടുത്തതിന് ശേഷം രാവിലെ അരിച്ചെടുത്തിട്ട് സാവധാനത്തിൽ ഈ ഒരു ഡ്രിങ്ക് വേണം നിങ്ങൾ ഫുള്ളായിട്ട് കുടിക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കുക കേട്ടോ. ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ എക്സർസൈസ് ചെയ്താൽ മതി. എക്സർസൈസ് എന്ന് പറയുന്നൊരു കാര്യം ഞാൻ കമ്പൽസറി മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. താല്പര്യമുള്ളവർ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുമെങ്കിലും ചെയ്യുക കേട്ടോ. ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുമോ നടക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എക്സർസൈസും കൂടെ ചെയ്യുക. നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഞാൻ ചെയ്യേണ്ട എക്സർസൈസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും ഗോതമ്പിന്റെ പാലാണ് കുടിക്കുന്നത്. ഗോതമ്പ് പാല് കുടിക്കുമ്പോൾ ഇന്ന് ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഗോതമ്പ് പാൽ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ഗോതമ്പ് ഇട്ട് വെച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് നാളെ രാവിലെ എടുക്കാൻ എളുപ്പമായിരിക്കും. വളരെ കുറച്ചിടുക, ഒരുപാട് ഇടണ്ട. നുറുക്ക് ഗോതമ്പിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മുഴു ഗോതമ്പാണ് കുറച്ച് നല്ല ടേസ്റ്റ് തരിക. കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത് മുഴു ഗോതമ്പാണ്.
ഗോതമ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുപോലെ ഗോതമ്പ് പാൽ ഉണ്ടാക്കുക. ഗോതമ്പ് പാൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ഒരു ഗ്ലാസ് ഗോതമ്പ് പാൽ, വലിയൊരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം. ഗോതമ്പ് പാലിൽ ഒരു ബൗള്, അതായത് ഒരു 20 മുന്തിരിങ്ങ, ചെറിയ കറുത്ത മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ അല്ല, സാധാരണ മുന്തിരിങ്ങ, ചെറിയ കറുത്ത മുന്തിരിങ്ങ, കുരുവുള്ള മുന്തിരിങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഈ ഗോതമ്പ് പാലിനകത്ത് ഇടുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞ്, തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം ഗോതമ്പ് പാൽ ഉണ്ടാക്കാനായിട്ട്, അതിന് ഇതിടുക. അതിനുശേഷം ആവശ്യത്തിന് മധുരം, പനങ്കൽക്കണ്ടോ എന്തെങ്കിലും ആവശ്യത്തിന് മധുരം ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിനകത്ത് മിക്സ് ഒഴിക്കുക. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോതമ്പ് പാൽ ഉണ്ടാക്കുമ്പോൾ ഇന്ന് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മൾ ഗോതമ്പ് മിൽക്ക് കുടിച്ചപ്പോഴത്തേക്കും നല്ല ലൂസായിട്ട് കുടിക്കാനായിരുന്നു ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഒരു കുറുക്ക് ഫോമിൽ കുടിക്കാം. ഒരുപാട് കട്ടിയായി പോകരുത്, എങ്കിലും അത്യാവശ്യം ഒരു കുറുക്ക് ഫോമിൽ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് കുറുക്ക് ഫോമിൽ നല്ല ഹെവി ആയിട്ട് നല്ലതായിട്ട് കഴിക്കുക. കാരണം നമ്മൾ ഓൾറെഡി ജീരക വെള്ളം കുടിച്ചതാണ്. അപ്പോൾ ആ ഒരു ഡൈജഷൻ ഫോമ കഴിഞ്ഞ് ഇത് കുടിക്കുമ്പോഴത്തേക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നല്ല ഒരു ബൗൾ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കഴിക്കുക. ഓക്കെ, കഴിച്ച് നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് വീട്ടിലുള്ള പണികളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ്. നല്ലപോലെ ശരീരം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അധികമായിട്ട് ശരീരം നല്ല എനർജി ആയിട്ടിരിക്കും. ഒരുപാട് ജോലികൾ അധികമായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. നമ്മൾ ഒരുപാട് ഇഡ്ഡലി, ദോശയും മീൻകറിയും കടലക്കറിയും കിഴങ്ങുകറിയും ഒക്കെ കഴിച്ചതിനെക്കാട്ടിയും നല്ല എനർജി കിട്ടും ഇതുപോലുള്ള ഫുഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്രീൻ ടീ, നല്ല ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുറച്ച് പുതിനയില ഇട്ടിട്ട് കുടിക്കുക. നല്ല ഒരു ഗ്ലാസ് കുറച്ച് പുതിനയില ഇട്ട് സിപ്പ് ചെയ്ത് പത്ത് കുടിക്കുക. പുതിനയില കളയരുത്, അത് ചവച്ചരച്ച് കഴിക്കണം കേട്ടോ. കളയരുത് ഒരിക്കലും, ആ ഒരു ശീലം ഒരിക്കലും പാടില്ല. ഇലകളെല്ലാം കഴിക്കാനുള്ളതാണ്, ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ ഗ്രീൻ ടീ എല്ലാം കുടിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പിന്റെ കഞ്ഞിയാണ്. എന്തുകൊണ്ടാണ് എല്ലാം വാട്ടറി ഫോമിൽ ഞാൻ പറയുന്നത്? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാട്ടർ ഫോമിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി, ആരും പേടിക്കേണ്ട. ലൂസ് മോഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടായാലും നോ വറീസ്. ഒരുപാട് നമുക്ക് 2-3 ദിവസം കണ്ടിന്യൂസ് സഹിക്കാൻ പറ്റാതെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നുറുക്ക് ഗോതമ്പിന്റെ കഞ്ഞി ഉണ്ടാക്കുക. അതായത് നുറുക്ക് ഗോതമ്പ് എടുത്ത് നല്ലപോലെ കഴുകി ചെറിയ എന്താ പറയുക വെള്ളത്തിൽ, ചെറിയ വെള്ളം എന്നാണ് വരുന്നത്, ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം നല്ലപോലെ ഉണ്ടാക്കുക. അത് 2 വെളുത്തുള്ളി, 2 ഉലുവ, നമ്മൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയതുപോലെ ഇടുന്നത്, ഉലുവക്കഞ്ഞി അല്ലല്ലോ ഉഴുന്ന് കഞ്ഞിയായിരുന്നു ഉണ്ടാക്കിയത്. ഓക്കെ, അതുപോലെ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് വെളുത്തുള്ളിയും ഉലുവയും ഇടുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം, ഈ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടാം. ഇട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറുക്കി ഗോതമ്പ് കഞ്ഞി റെഡിയാക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള തോരൻ, ക്യാരറ്റോ ചൊരക്കയോ ചവച്ചവോ ബീട്രൂട്ടോ ബീൻസോ ക്യാരറ്റോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് പച്ചയായിട്ട് ഉണ്ടാക്കണം. നമ്മൾ പച്ചത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതേ രീതിയിൽ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇലത്തോരൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കഴിക്കാം, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിയും ഇത് മാത്രമാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ കഴിഞ്ഞു, ഉച്ചയ്ക്ക് കഴിഞ്ഞു, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് നടക്കുക, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക, കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴത്തെയും പോലെ 7 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഡിന്നർ എന്ന് പറയുന്നത് ഒരു സാലഡാണ്. അതായത് 1 ക്യാരറ്റ്, 1 ആപ്പിള്, 1/2 പൈനാപ്പിൾ, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് സാലഡായിട്ട് നുറുക്കി വെക്കുക. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട്, നമ്മൾ സ്പൂണിൽ കോരി കഴിക്കുന്ന മാതിരി വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെക്കുക. അതിൽ കുറച്ച് ഏലക്ക തൂവുക, കുറച്ച് പനങ്കൽക്കണ്ടിടുക, നല്ലപോലെ മിക്സ് ചെയ്യുക, കഴിക്കുക. ഓക്കെ, ഈ 3 സാധനങ്ങൾ മാത്രം മതി. ക്യാരറ്റ്, പൈനാപ്പിള്, ആപ്പിള്, കുറച്ച് ഏലക്ക, കുറച്ച് പനങ്കൽക്കണ്ട്, നല്ലപോലെ മിക്സ് ചെയ്യുക. 7 മണിക്ക് മുമ്പ് കഴിക്കുക. എങ്ങനെയുണ്ട്? നല്ലല്ലേ? അപ്പോൾ നല്ല ഒരു ഹെവി ഡയറ്റാണ്, ഹെവി ആയിട്ടുള്ള ഫുഡാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് തോന്നും, പക്ഷെ നല്ല ഹെവിയാണ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ എനർജിയും കിട്ടുന്നതാണ്. നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിങ്ങളുടെ സ്കിന്നും വളരെ നല്ല രീതിയിൽ തിളങ്ങാനായിട്ട് സഹായിക്കും. ഒരുപാട് പേര് മെയിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, നല്ലപോലെ വെയിറ്റ് കുറഞ്ഞു, നല്ല റിസൾട്ട് കിട്ടി, ഞങ്ങൾക്ക് മതി, ഇത്രയും മതി, ഇനി വെയിറ്റ് കുറയണ്ട എന്നൊക്കെ പറഞ്ഞ് അയച്ചവരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരിലും നിങ്ങൾ എത്തിക്കുക ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുണ്ട് വണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് രീതി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് വളരെ എളുപ്പത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിർത്തിക്കഴിഞ്ഞാൽ, ഒൺസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോറിനോടുള്ള ഇഷ്ടമൊക്കെ പോയി നമ്മൾ ഇത് തന്നെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുകയില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, സാമ്പാറിന്റെ വീഡിയോ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ആ ചാനലുകളിലും ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം.